പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഒന്നിച്ചൊരു ഗണപതി പൂജയിൽ പങ്കെടുത്താൽ നീതിന്യായ വ്യവസ്ഥ തന്നെ തകർന്നു പോകുമെന്ന മട്ടിലാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രചരണങ്ങൾ. എന്നാൽ ഇത് ഇഫ്താർ വിരുന്നിലായാലോ മതേതരത്വം വാനോളം ഉയരുകയും ചെയ്യും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് വിവാദമാക്കുകയാണ് പ്രതിപക്ഷം. ജനങ്ങളുടെ മനസ്സിൽ നീതിന്യായ വ്യവസ്ഥിതിയിലെ പക്ഷപാതരാഹിത്യത്തെക്കുറിച്ച് സംശയമുയരാൻ ഇത് കാരണമാകുമെന്നാണ് പ്രതിപക്ഷ ആരോപണം. കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ തുടങ്ങി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MP സഞ്ജയ് റൌട്ട് വരെയുള്ള നേതാക്കൾ ഭരണഘടനയുടെ സംരക്ഷകൻ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് ജനങ്ങൾക്ക് സംശയമുയരാൻ കാരണമാകുമെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയാണ്. പ്രതിപക്ഷത്തിന്റെ കാപട്യം തുറന്നു കാട്ടുന്ന മറ്റൊരു ചിത്രവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. 2009 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വീട്ടിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പങ്കെടുത്തപ്പോൾ എടുത്ത ചിത്രം. ഇതേ വിരുന്നിൽ LK അദ്വാനി, ലാലു പ്രസാദ് യാദവ്, സീതാറാം യെച്ചൂരി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും സൗദി, പാകിസ്ഥാൻ സ്ഥാനപതിമാരും പങ്കെടുത്തിരുന്നു. ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്നായിരുന്നു BJPയുടെ മറുപടി. ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിലാണ് പ്രധാനമന്ത്രി മോദി പങ്കെടുത്തത്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിവാദമായത്. പരമ്പരാഗത വസ്ത്രത്തിൽ പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിക്കുന്ന ചന്ദ്രചൂഡിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന ദാസിന്റെയും ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്.